Hi everyone, welcome back to Success Academy's YouTube channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസ് ഫോംസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റൻ ആയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. ഇൻ ദ ഹോണർ ഓഫ് വിച്ച് ഡാൻസിംഗ് ഗുരു ദ മേയർ ഓഫ് അറ്റ്ലാന്റ ഡിക്ലയർഡ് November 3, 1994 ആസ് കുച്ചിപ്പുടി ഡാൻസ് ഡ്രാമ ഡേ. അതായത് ഏത് ഡാൻസിംഗ് ഗുരുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ ഹോണറായിട്ടാണ് നമ്മുടെ മേയർ ഓഫ് അറ്റ്ലാന്റ November 3, 1994 കുച്ചിപ്പുടി ഡാൻസ് ഡ്രാമ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ November 3 എന്ന് പറയുന്നത് കുച്ചിപ്പുടി ഡാൻസ് ഡ്രാമ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ആരാണ് സെലിബ്രേറ്റ് ചെയ്തത്? മേയർ ഓഫ് അറ്റ്ലാന്റയാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ അത് ഏത് ഡാൻസിങ് ഗുരുവിൻ്റെ ഹോണറായിട്ടാണ് അത് ചെയ്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് ഡാൻസിങ് ഗുരുവിനോടുള്ള ഒരു ഓണറായിട്ടാണ് നമ്മളത് ചെയ്തത്? വേമ്പട്ടി ചിന്നസത്യം അല്ലേ? വേമ്പട്ടി ചിന്നസത്യം എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഡാൻസിങ് ഗുരുവിൻ്റെ ഒരു ഹോണർ എന്ന നിലയിലാണ് നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്തത്? കുച്ചിപ്പുടി ഡാൻസ് ഡ്രാമ ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ വേമ്പട്ടി ചിന്നസത്യം എന്ന് പറയുന്ന ഡാൻസർ ഏത് ക്ലാസിക്കൽ ഡാൻസ് ഫോമുമായി റിലേറ്റഡ് ആയിരിക്കും? കുച്ചിപ്പുടിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും അല്ലേ? കുച്ചിപ്പുടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസർ ആയിരിക്കും. അപ്പോൾ പറഞ്ഞേ, കുച്ചിപ്പുടി എന്ന് പറയുന്നത് എവിടെ നിന്ന്, ഏത് സ്റ്റേറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്? അതിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ് കുച്ചിപ്പുടി? ആന്ധ്രാപ്രദേശ് ആണല്ലേ? ആന്ധ്രാപ്രദേശിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Radha Reddy and Raja Reddy are famous proponents of which dance? രാധ റെഡ്ഡിയും രാജ റെഡ്ഡിയും ഏത് ഡാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് ഡാൻസ് ആണ്? കുച്ചിപ്പുടിയാണ് അല്ലേ? കുച്ചിപ്പുടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ആണ് ആരൊക്കെ? രാധ റെഡ്ഡിയും അതുപോലെ തന്നെ രാജ റെഡ്ഡിയും. നമ്മൾ നേരത്തെ പറഞ്ഞു കുച്ചിപ്പുടി ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആണ്? ആന്ധ്രാപ്രദേശുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുഞ്ചുകുറുപ്പ് ഈസ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ഫോർ വിച്ച് ഡാൻസ് ഫോം? അതായത് കുഞ്ചുകുറുപ്പ് എന്ന് പറയുന്ന വ്യക്തി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഡാൻസ് ഫോമുമായി റിലേറ്റഡ് ആണ്? കഥകളി അല്ലേ? കഥകളിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? കുഞ്ചുകുറുപ്പ്. അപ്പോൾ കഥകളി എവിടത്തെയാണ്? കഥകളി ഏത് സ്റ്റേറ്റിലെയാണ്? നമുക്കറിയാം അല്ലേ? കേരളത്തിലെയാണ് കഥകളി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ മാ ലോക് ഈസ് ദ ഫേമസ് ഡാൻസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്സ്? സോ മാ ലോക് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞേ, സോമാ ലോക് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നു? സിക്കിം. സോമാ ലോക് എന്ന് പറയുന്നത് സിക്കിമിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗോപാൽ പ്രസാദ് ദ്യൂബെ വൺ പത്മശ്രീ ഇൻ വിച്ച് ഡാൻസ് ഫോം? അതായത് ഗോപാൽ പ്രസാദ് ദൂബെക്ക് പത്മശ്രീ ലഭിച്ചത് ഏത് ഡാൻസിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ കാരണമാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞേ, ഗോപാൽ പ്രസാദ് ദൂബെക്ക് പത്മശ്രീ ലഭിച്ചത് ഏത് ഡാൻസിലുള്ള കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്? ചാവു അല്ലേ? ചാവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡാൻസറാണ് ആര്? ഗോപാൽ പ്രസാദ് ദ്യൂബെ. അപ്പോൾ പറഞ്ഞേ, ചാവു എന്ന് പറയുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്സിലുണ്ട്? ഒഡീസയിലുണ്ടല്ലേ? ഒഡീസ, പിന്നെ ജാർഖണ്ഡ്, പിന്നെ എവിടെ ഉള്ളത്? വെസ്റ്റ് ബംഗാൾ അല്ലേ? വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ചാവു എന്ന് പറയുന്നത് ഈ 3 സ്റ്റേറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡാൻസ് ആണ്. ചാവു എന്ന് പറയുന്നത് ഒഡീസ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ഈ 3 സ്റ്റേറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡാൻസ് ആണ്. അതുപോലെ തന്നെ അതിലൊരു ഫേമസ് ആയിട്ടുള്ള ഡാൻസറാണ് ആര്? ഗോപാൽ പ്രസാദ് ദ്യൂബെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൗട്ട് നാച്ച ഫേമസ് ഡാൻസ് സ്റ്റൈൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്? അതായത് റൗട്ട് നാച്ച എന്ന് പറയുന്ന ഫേമസ് ഡാൻസ് സ്റ്റൈല് ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആയിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആയിരിക്കുന്നു? ഛത്തീസ്ഗഡ് ആണല്ലേ? അപ്പോൾ ഛത്തീസ്ഗഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഡാൻസ് സ്റ്റൈലാണ് ഏത്? റൗട്ട് നാച്ച. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഗർബ ഫോക്ക് ഡാൻസ് ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ്? ഗർബ ഫോക്ക് ഡാൻസ് ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആയിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞേ, ഗർബ ഫോക്ക് ഡാൻസ് ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആയിരിക്കുന്നു? ഗുജറാത്ത്. ഗർബ ഫോക്ക് ഡാൻസ് ഇസ് റിലേറ്റഡ് ടു ഗുജറാത്ത്. ഗർബ ഗുജറാത്ത് അല്ലേ? നമുക്ക് അങ്ങനെ പഠിക്കാം അല്ലേ? പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഗോഡെ മോദിനി ഡാൻസ് ഈസ് എ ഫേമസ് ഫോക്ക് ഡാൻസ് ഫോം അസോസിയേറ്റഡ് വിത്ത് ഡാഷ്?
അതായത് ഗോദേ മോദിനി എന്ന് പറയുന്ന ഡാൻസ് ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞേ, ഗോദേ മോദിനി ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആണ്? ഗോവയുമായിട്ട് റിലേറ്റഡ് ആണ്. ഗോദേ മോദിനി എന്ന് പറയുന്ന ഡാൻസ് ഗോവയുമായിട്ട് റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദൻഗാരി ഗജ്ജ ഈസ് എ ഫോക്ക് ഡാൻസ് ഓഫ് ഡാഷ്. അപ്പോൾ പറഞ്ഞേ, ദങ്കാരി ഗജ്ജ എന്ന് പറയുന്ന ഫോക്ക് ഡാൻസ് ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദങ്കാരി ഗജ്ജ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആണ്? മഹാരാഷ്ട്ര. ദങ്കാരി ഗജ്ജ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ്. Now next question is, Jagoi is the main division of which classical dance form? ജഗോയ് എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോമിൻ്റെ ഒരു മെയിൻ ഡിവിഷനാണ്. ഓക്കെ, ഒരു മെയിൻ ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോമിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡിവിഷനാണ് ഏത്? ജഗോയ്. അപ്പോൾ ജഗോയ് എന്ന് പറയുന്നത് ഏത് ക്ലാസിക്കൽ ഡാൻസ് ഫോമിൻ്റെ ഡിവിഷനാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞേ, ജഗോയ് എന്ന് പറയുന്നത് ഏത് ക്ലാസിക്കൽ ഡാൻസ് ഫോമിൻ്റെ ഡിവിഷനാണ്? മണിപ്പൂരിയുടെ ഡിവിഷനാണ് ജഗോയ് അല്ലേ? മണിപ്പൂരിയുടെ ഡിവിഷനാണ് ഏത്? ജഗോയ് എന്ന് പറയുന്നത്. മണിപ്പൂരി ഏത് സ്റ്റേറ്റിലെയാണ്? മണിപ്പൂരിലെയാണ് അല്ലേ? അത് നമുക്കറിയാം അല്ലേ? മണിപ്പൂരി എന്ന് പറയുന്നത് മണിപ്പൂരിലെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ്. അതിൻ്റെ ഒരു മെയിൻ ഡിവിഷനാണ് ഏത്? ജഗോയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.